യൂസുഫ് നബി ചരിത്രം എപ്പിസോഡ് 6 ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. യൂസുഫ് ആ കിണറ്റിൻ്റെ അടിത്തട്ടിലേക്ക് ആഴ്ന്നുപോയി. യൂസുഫെല്ലാം അള്ളാഹുവിൽ ഭാരമേൽപ്പിച്ചു. അവിടെ അള്ളാഹുവിൻ്റെ ഇടപെടൽ നടന്നു. ഈ സമയത്ത് അള്ളാഹുവിൻ്റെ ആജ്ഞപ്രകാരം ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മാലാഖ അവിടെ പ്രത്യക്ഷമായി. യൂസുഫിനെ താങ്ങിയെടുത്തു. വെടുന്നനെ പ്രത്യക്ഷപ്പെട്ട ഒരു വെള്ളക്കല്ലിന്മേൽ യൂസുഫിൻ്റെ പാർശ്വത്തിൽ തൂക്കിയിട്ടതുപോലെ ഒരു ഉടുപ്പും. ഇത് മലക്ക് സ്വർഗത്തിൽ നിന്നും കൊണ്ടുവന്നതാണെന്നും നമ്രൂദ് തീക്കുണ്ടാരത്തിൽ എറിഞ്ഞപ്പോൾ അള്ളാഹു ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ പുതപ്പിച്ച ഉടുപ്പാണെന്നും ചരിത്രത്തിൽ പറയുന്നുണ്ട്. മലക്കിൻ്റെ ദൃഷ്ടിയിൽപ്പെട്ട ആ ഉടുപ്പ് ആ കല്ലിൽ വിരിച്ച് യൂസുഫിനെ അതിനു മുകളിൽ ഇരുത്തി. യൂസുഫിനെ ചില സർപ്പങ്ങൾ ഉപദ്രവിക്കാൻ വന്നപ്പോൾ കിണറ്റിലുണ്ടായിരുന്ന ജന്തുക്കളോട് മലക്ക് താക്കീത് ചെയ്തു. ഇതാ, നിരപരാധിയായ ഒരു മനുഷ്യനിവിടെ ആഗതനായിട്ടുണ്ട്. അദ്ദേഹം നിങ്ങളുടെ ഒരു അതിഥിയാണ്. മലക്ക് പറഞ്ഞു, അദ്ദേഹത്തിന് നിങ്ങളിൽ നിന്നും യാതൊരു ഉപദ്രവവും നേരിടാൻ പാടില്ല. ഇങ്ങനെ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന് എല്ലാവിധ സുരക്ഷയും ഉറപ്പുവരുത്തി കിണറിനെ നോക്കത്താ ദൂരത്തോളം വിശാലമാക്കി കൊടുത്തു. സുന്ദരമായ ഒരു ഉദ്യാനവും ആ കിണറിൽ യൂസുഫിന് വേണ്ടി സമ്മാനിച്ചു. ശേഷം മലക്ക് അവിടെ നിന്നും മടങ്ങിപ്പോയി. കിണറ്റിൽ ഇറക്കപ്പെട്ടെങ്കിലും യൂസുഫിന് ഒരു പോറലും സംഭവിച്ചിരുന്നില്ല. യൂസുഫിനെ കിണറ്റിലെറിഞ്ഞതിനെ തുടർന്ന് ജ്യേഷ്ഠന്മാർ അവിടെ നിന്നും ഓടിപ്പോയി. യൂസുഫിൻ്റെ ശല്യം ഇല്ലാതാക്കിയതിൻ്റെ സന്തോഷത്താൽ അവരെല്ലാവരും ഉത്സാഹത്തിലും ആഹ്ലാദത്തിലുമായി. യൂസുഫിനെ ചെന്നായ പിടിച്ചെന്ന് പിതാവിനെ പറഞ്ഞു വിശ്വസിപ്പിക്കാമെന്നായിരുന്നു അവരുടെ തീരുമാനം. മുമ്പത്തെ തീരുമാനത്തിന് തെളിവായി അവർ ഒരു ആടിനെ അറുത്ത് ആ രക്തം യൂസുഫിൻ്റെ ഉടുപ്പിൽ പുരട്ടി. അതുമായി വീട്ടിലേക്ക് യാത്രയായി. കാട്ടിലേക്ക് പോയ തൻ്റെ പുത്രന്മാർ മടങ്ങിയെത്താൻ വൈകിയതിൽ അസ്വസ്ഥനായി വീടിന് പുറത്ത് വഴിയിലേക്ക് കണ്ണും നട്ട് നിൽക്കുകയായിരുന്നു ആ പിതാവ്. സമയം മുന്നോട്ട് പോകും തോറും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഭയാശങ്കകൾ കൂടി വന്നു. എന്തായിരിക്കും അവർ താമസിക്കുന്നത്? വഴിയിൽ വല്ല അപകടവും സംഭവിച്ചു കാണുമോ? പെട്ടെന്ന് യാക്കോബ് നബിയുടെ മുഖം പ്രസന്നമായി. അവർ വരുന്നുണ്ട്. മക്കളുടെ ഇടയിൽ നബിയുടെ കണ്ണുകൾ യൂസുഫിനെ തിരഞ്ഞു. യൂസുഫിനെ കാണുന്നില്ലല്ലോ. പരിഭ്രാന്തനായ നബി മക്കളുടെ അടുത്തേക്ക് ഓടിയടുത്തു. യൂസുഫിനെ കാണുന്നില്ലല്ലോ, അവനെവിടെ? അവനെവിടെ? ചോദ്യം ആവർത്തിച്ചു കൊണ്ടിരുന്നു. നിങ്ങൾ എന്തിനാണ് കരയുന്നത്? അവനെന്തു പറ്റി? യാക്കോബിൻ്റെ ചോദ്യം. കൂട്ടത്തിൽ ശമ്മോൻ പറഞ്ഞു, പിതാവേ, അങ്ങ് ഞങ്ങളോട് ക്ഷമിക്കണം. കാട്ടിൽ എത്തിയ ഉടനെ യൂസുഫിനെ ഒരു മരത്തണലിൽ ഇരുത്തി ഞങ്ങൾ ആടിനെ മേക്കാൻ പോയി. പെട്ടെന്ന് യൂസുഫിൻ്റെ നിലവിളി കേട്ട് തിരിച്ചു വന്നു. നോക്കിയപ്പോൾ യൂസുഫിനെ, ഞങ്ങളുടെ പൊന്നുമോനെ, ഒരു ചെന്നായ പിടിച്ചു തിന്നുന്ന കാഴ്ചയാണ് പിതാവെ ഞങ്ങൾ കണ്ടത്. ഇത് കേട്ടതും ആ പിതാവ് ബോധരഹിതനായി വീഴുകയായിരുന്നു. യൂസുഫ് നബി ചരിത്രം 7 ഭാഗം നാളെ കേൾക്കാം.